പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, LGS LDC എക്സാമുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി നമ്മുടെ ചാനലിൽ ഒരു ക്വസ്റ്റ്യൻ സീരീസ് ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ രണ്ടാമത്തെ സീരീസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. ഇതിൽ 50 ചോദ്യങ്ങളാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഭൂരിഭാഗം ചോദ്യങ്ങളും നമ്മൾ SCERT ടെക്സ്റ്റിൽ നിന്നാണ് എഴുതിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടും. മുഴുവൻ ചോദ്യങ്ങൾക്കും ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുക. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ചോദ്യങ്ങൾ ഞാൻ ചോദിക്കുമ്പോൾ വീഡിയോ പോസ് ചെയ്ത് നിങ്ങൾക്ക് ഉത്തരം കണ്ടെത്താവുന്നതാണ്. മാർക്ക് അവസാനം നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടതാണ്. നമുക്ക് നോക്കാം എത്ര സ്കോർ നിങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം രോഗത്തെക്കുറിച്ചുള്ള പഠനമാണ്. ഓപ്ഷൻസിൽ നിന്ന് നിങ്ങൾക്ക് ഉത്തരം കണ്ടെത്താം. രോഗത്തെക്കുറിച്ചുള്ള പഠനമാണ്. ഉത്തരം പാത്തോളജി. രോഗത്തെക്കുറിച്ചുള്ള പഠനം പാത്തോളജി എന്നറിയപ്പെടുന്നു. രണ്ടാമത്തെ ചോദ്യം ജൈവാവശിഷ്ടങ്ങൾ ജീർണിച്ച് മണ്ണിൽ ചേരുന്നത് ഏതിൻ്റെയൊക്കെ പ്രവർത്തന ഫലമായിട്ടാണ്? ജൈവാവശിഷ്ടങ്ങൾ ജീർണിച്ച് മണ്ണിൽ ചേരുന്നത് ഏതിൻ്റെയൊക്കെ പ്രവർത്തന ഫലമായിട്ടാണ്? ഓപ്ഷൻസിൽ നിന്ന് നമുക്ക് ഉത്തരം കണ്ടെത്താം. ഓപ്ഷൻസിൽ ഫംഗസ്, വൈറസ്, ബാക്ടീരിയ ആൻഡ് ഫംഗസ് എന്നിങ്ങനെയാണുള്ളത്. ഉത്തരം ബാക്ടീരിയ ആൻഡ് ഫംഗസ് ആണ്. ഇവർ വിഘാടകർ എന്നാണ് അറിയപ്പെടുന്നത്. അതായത് ജൈവാവശിഷ്ടങ്ങൾ ജീർണിച്ച് മണ്ണിൽ ചേരുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത് ബാക്ടീരിയയും ഫംഗസുമാണ്. ഇവർ വിഘാടകർ എന്നറിയപ്പെടുന്നു. മൂന്നാമത്തെ ചോദ്യം വാക്സിനുകളെക്കുറിച്ചിട്ടുള്ള പഠനമാണ്. വാക്സിനുകളെക്കുറിച്ചിട്ടുള്ള പഠനം എന്താണെന്നാണ് ചോദ്യം. ഉത്തരം വാക്സിനോളജി ആണ്. പേരിൽ നിന്ന് തന്നെ നമുക്ക് ഉത്തരം കണ്ടെത്താവുന്നതാണ്. നാലാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ബാക്ടീരിയ കാരണം ഉണ്ടാകുന്ന രോഗം ഏതാണ്? താഴെ പറയുന്നതിൽ ബാക്ടീരിയ കാരണം ഉണ്ടാകുന്ന രോഗം ഏതാണ്? ഉത്തരം ബോട്ടുലിസം ആണ്. ഉത്തരം ബോട്ടുലിസം. ബാക്ടീരിയ കാരണം ഉണ്ടാകുന്ന രോഗമാണ് ബോട്ടുലിസം. അടുത്ത ചോദ്യം ഉത്തോലകത്തിൽ പ്രയോഗിക്കുന്ന ബലത്തെ ഡാഷ് എന്ന് പറയുന്നു. ഉത്തോലകത്തിൽ പ്രയോഗിക്കുന്ന ബലത്തെ ഡാഷ് എന്ന് പറയുന്നു. ഉത്തരം യത്നമാണ്. ഉത്തോലകത്തിൽ പ്രയോഗിക്കുന്ന ബലം യത്നം എന്നറിയപ്പെടുന്നു. ആറാമത്തെ ചോദ്യം ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന സംയുക്തം ഏതാണ്? ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന സംയുക്തം ഏതാണ്? ഓപ്ഷൻസ് രക്തം, ജലം, ഫൈബ്രിനോജൻ. ഇതൊന്നുമല്ല. ഏതാണ് ഉത്തരം? ഉത്തരം ജലമാണ്. അടുത്ത ചോദ്യത്തിലേക്ക് കടന്നാലോ? അടുത്ത ചോദ്യം രോഗപ്രതിരോധ ശാസ്ത്രത്തിന്റെ പിതാവ് ആരാണ്? രോഗപ്രതിരോധ ശാസ്ത്രത്തിന്റെ പിതാവ് ആരാണ്? ഉത്തരം എഡ്വേർഡ് ജെന്നർ ആണ്. എഡ്വേർഡ് ജെന്നർ ആണ് രോഗപ്രതിരോധ ശാസ്ത്രത്തിന്റെ പിതാവ്. അടുത്ത ചോദ്യം വസൂരിയെ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കി എന്ന് WHO പ്രഖ്യാപിച്ച വർഷം. വസൂരിയെ ഭൂമുഖത്ത് നിന്നും തുടച്ചു നീക്കി എന്ന് WHO പ്രഖ്യാപിച്ച വർഷം. ഉത്തരം 1980 ആണ്. 1980 വസൂരിയെ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കിയെന്ന് WHO പ്രഖ്യാപിച്ചത്. അടുത്ത ചോദ്യം ഇന്ത്യയിൽ ആദ്യമായിട്ട് എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്ത വർഷം. ഇന്ത്യയിൽ ആദ്യമായിട്ട് എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്ത വർഷം. ഉത്തരം 1986 ആണ്. 1986 ഇന്ത്യയിൽ ആദ്യമായിട്ട് എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്യുന്നത്. അടുത്ത ചോദ്യം കപ്പി എത്രാം വർഗം ഉത്തോലകം ആണ്? കപ്പി എത്രാം വർഗ ഉത്തോലകം ആണ്? ഉത്തരം 1-ാം വർഗ ഉത്തോലകമാണ് കപ്പി. അടുത്ത ചോദ്യം മനുഷ്യൻ ഇന്നേ വരെ കാലുകുത്തിയ ഒരേയൊരു ആകാശഗോളം. മനുഷ്യൻ ഇന്നേ വരെ കാലുകുത്തിയ ഒരേയൊരു ആകാശഗോളം. ഉത്തരം സിമ്പിളാണ്. ഉത്തരം ചന്ദ്രനാണ്. അടുത്ത ചോദ്യം ഉത്തോലകം ചലിക്കാൻ ആധാരമാക്കുന്ന ബിന്ദു ആണ്. ഏതാണ് ഉത്തോലകം ചലിക്കാൻ ആധാരമാക്കുന്ന ബിന്ദു? ഉത്തരം ധാരമാണ്. ധാരം ആധാരമാക്കിയിട്ടാണ് ഉത്തോലകം ചലിക്കുന്നത്. അടുത്ത ചോദ്യം താഴെ പറയുന്നതിൽ വായുവിലൂടെ പകരാത്ത രോഗമേത്? താഴെ പറയുന്നതിൽ വായുവിലൂടെ പകരാത്ത രോഗമേത്? ഉത്തരം കോളറയാണ്. കോളറ ജലത്തിലൂടെയാണ് പകരുന്നത്. മലിനമായിട്ടുള്ള ജലത്തിലൂടെയാണ് പകരുന്നത്. അടുത്ത ചോദ്യം താഴെ പറയുന്നതിൽ വായുവിലൂടെ പകരുന്ന രോഗം ഏതാണ്? താഴെ പറയുന്നവയിൽ വായുവിലൂടെ പകരുന്ന രോഗം ഏതാണ്? ഉത്തരം ക്ഷയമാണ്. ക്ഷയം വായുവിലൂടെ പകരുന്നു. അടുത്ത ചോദ്യം താഴെ പറയുന്നതിൽ ബാക്ടീരിയ കാരണം ഉണ്ടാകുന്ന രോഗം ഏതാണ്? താഴെ പറയുന്നതിൽ ബാക്ടീരിയ കാരണം ഉണ്ടാകുന്ന രോഗം ഓപ്ഷൻസിൽ പോളിയോ, മീസിൽസ്, ട്രക്കോമ, വസൂരി എന്നിവയാണുള്ളത്. ഉത്തരം ട്രക്കോമയാണ്. അടുത്ത ചോദ്യം വെള്ളം നീരാവിയായി മാറുന്നത് ഏത് പ്രവർത്തനത്തിന് ഉദാഹരണമാണ്? വെള്ളം നീരാവിയായി മാറുന്നത് ഏത് പ്രവർത്തനത്തിന് ഉദാഹരണമാണ്? ഓപ്ഷൻസിൽ സാന്ദ്രീകരണം, ബാഷ്പീകരണം, സേചനം. ഇതൊന്നുമല്ല. ഉത്തരം ബാഷ്പീകരണമാണ്. അടുത്ത ചോദ്യം പകർച്ചവ്യാധികളെക്കുറിച്ചിട്ടുള്ള പഠനമാണ്. പകർച്ചവ്യാധികളെക്കുറിച്ചിട്ടുള്ള പഠനം ഏതു പേരിൽ അറിയപ്പെടുന്നു? പകർച്ചവ്യാധികളെക്കുറിച്ചിട്ടുള്ള പഠനം എപ്പിഡമോളജി എന്നറിയപ്പെടുന്നു. എപ്പിഡമോളജി. അടുത്ത ചോദ്യം താഴെ പറയുന്നതിൽ ജലത്തിലൂടെ പകരാത്ത രോഗമേത്? താഴെ പറയുന്നതിൽ ജലത്തിലൂടെ പകരാത്ത രോഗമേത്? ഉത്തരം ചിക്കൻ ബോക്സ് ആണ്. അടുത്ത ചോദ്യം സാർവിക ലായകം ഏതാണ്? സാർവിക ലായകം ഏതാണ്? ഉത്തരം ജലമാണ്. അടുത്ത ചോദ്യം വ്യാവസായിക പദ്ധതി എന്നറിയപ്പെടുന്നത് ഏത് പഞ്ചവത്സര പദ്ധതിയാണ്? വ്യാവസായിക പദ്ധതി എന്നറിയപ്പെടുന്നത് ഏത് പഞ്ചവത്സര പദ്ധതിയാണ്? ഉത്തരം 2-ാം പഞ്ചവത്സര പദ്ധതിയാണ് വ്യാവസായിക പദ്ധതി എന്നറിയപ്പെടുന്നത്.
അടുത്ത ചോദ്യം, ആഹാരം സംഭരിച്ചു വെക്കുന്ന വേരുകൾ ഏതു പേരിൽ അറിയപ്പെടുന്നു? ആഹാരം സംഭരിച്ചു വെക്കുന്ന വേരുകൾ ഏതു പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം സംഭരണ വേര്. അടുത്ത ചോദ്യം, ക്ഷയരോഗത്തിനെതിരെ ഉപയോഗിക്കുന്ന വാക്സിൻ ഏതാണ്? ക്ഷയരോഗത്തിനെതിരെ ഉപയോഗിക്കുന്ന വാക്സിൻ ഏതാണ്? ഉത്തരം BCG. അടുത്ത ചോദ്യം, ഒരു നിശ്ചിത ബിന്ദുവിനെ ആധാരമാക്കി ചലിക്കുന്ന ദൃഢദണ്ഡുകളാണ്. ഒരു നിശ്ചിത ബിന്ദുവിനെ ആധാരമാക്കി ചലിക്കുന്ന ദൃഢദണ്ഡുകളാണ്. ഓപ്ഷൻസിൽ നിന്ന് നിങ്ങൾക്ക് ഉത്തരം കണ്ടെത്താം. ഉത്തരം ഉത്തോലകമാണ്. ഒരു നിശ്ചിത ബിന്ദുവിനെയാണ് ആധാരമാക്കി ചലിക്കുന്ന ദൃഢദണ്ഡുകളാണ് ഉത്തോലകം എന്നറിയപ്പെടുന്നത്. ആ നിശ്ചിത ബിന്ദുവിനെ നമ്മൾ ധാരം എന്ന് പറയുന്നു. അടുത്ത ചോദ്യം, കൊതുകിൻ്റെ മുട്ട വിരിയാൻ എടുക്കുന്ന സമയം എത്ര? കൊതുകിൻ്റെ മുട്ട വിരിയാൻ എടുക്കുന്ന സമയം എത്ര? ഉത്തരം 8 ദിവസമാണ് കൊതുകിൻ്റെ മുട്ട വിരിയാൻ എടുക്കുന്നത്. അടുത്ത ചോദ്യം, ഹെപ്പറ്റൈറ്റിസിനെ സംബന്ധിക്കുന്ന തെറ്റായ പ്രസ്താവന ഏത്? ഹെപ്പറ്റൈറ്റിസിനെ സംബന്ധിക്കുന്ന തെറ്റായ പ്രസ്താവന ഏത്? ഉത്തരം നിങ്ങൾക്ക് കണ്ടെത്താം. ഉത്തരം എന്ന് പറയുന്നത് ഫൈലേറിയൻ വിരകളാണ് ഇതിന് കാരണം. ഇതാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. ബാക്കിയൊക്കെ ശരിയാണ് ഹെപ്പറ്റൈറ്റിസിനെ സംബന്ധിച്ച്. അടുത്ത ചോദ്യം, മനുഷ്യൻ ആദ്യമായിട്ട് ബഹിരാകാശ യാത്ര നടത്തിയ വർഷം? മനുഷ്യൻ ആദ്യമായിട്ട് ബഹിരാകാശ യാത്ര നടത്തിയ വർഷം? ഉത്തരം 1961. അടുത്ത ചോദ്യം, താഴെ പറയുന്നതിൽ മൂന്നാം വർഗ ഉത്തോലകം ഏതാണ്? താഴെ പറയുന്നതിൽ മൂന്നാം വർഗ ഉത്തോലകം ഏതാണ്? ഉത്തരം ചൂണ്ട. അടുത്ത ചോദ്യം, സൂക്ഷ്മാണുക്കൾ കൊണ്ടുള്ള ഉപയോഗം താഴെ പറയുന്നതിൽ ഏതാണ്? അരിമാവ് പുളിക്കുന്നു, പാൽ തൈരാക്കുന്നു, ചികിത്സാ രംഗത്ത് പ്രയോജനപ്പെടുത്തുന്നു, ഇവയെല്ലാം. ഇതിലേതാണ് സൂക്ഷ്മാണുക്കൾ കൊണ്ടുള്ള ഉപയോഗം? ഇവയെല്ലാമാണ് ഉത്തരം. ഇവയെല്ലാം സൂക്ഷ്മാണുക്കൾ കൊണ്ടുള്ള ഉപയോഗം തന്നെയാണ്. അടുത്ത ചോദ്യം, ആദ്യമായി ബഹിരാകാശത്തെത്തിയ ജീവിയാണ് ലൈക്ക. ഇത് ഏത് വർഷമാണ് നടന്നത്? ഈ സംഭവം നടന്നത് ഏത് വർഷമാണ്? ഉത്തരം 1957 ലൈക്ക എന്ന് പറയുന്ന നായ ബഹിരാകാശത്ത് എത്തിയത്. അടുത്ത ചോദ്യം, സൂപ്പർ ബഗുകളെ ജനറ്റിക് എഞ്ചിനീയറിംഗ് വഴി വികസിപ്പിച്ച ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ ആരാണ്? സൂപ്പർ ബഗുകളെ ജനറ്റിക് എഞ്ചിനീയറിംഗ് വഴി വികസിപ്പിച്ച ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ ആരാണ്? ഉത്തരം ആനന്ദ് മോഹൻ ചക്രവർത്തിയാണ് ജനറ്റിക് എഞ്ചിനീയറിംഗ് വഴി സൂപ്പർ ബഗുകളെ സൃഷ്ടിച്ചത്. അടുത്ത ചോദ്യം, ഉറുമ്പ് കടിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുന്ന ആസിഡ് ഏതാണ്? ഉറുമ്പ് കടിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുന്ന ആസിഡ് ഏതാണ്? ഉത്തരം ഫോർമിക് ആസിഡ് ആണ് ഉത്തരം. ഉറുമ്പ് കടിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുന്ന ആസിഡ് ഫോർമിക് ആസിഡ് ആണ്. അടുത്ത ചോദ്യം, അപ്പക്കാരം രാസപരമായി എന്താണ്? അപ്പക്കാരം രാസപരമായിട്ട് എന്താണ്? ഉത്തരം സോഡിയം ബൈകാർബണേറ്റ് ആണ്. അപ്പക്കാരം രാസപരമായിട്ട് സോഡിയം കാർബണേറ്റ് എന്നറിയപ്പെടുന്നു. അടുത്ത ചോദ്യം, ടെലിസ്കോപ്പിൽ ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണ്? ടെലിസ്കോപ്പിൽ ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണ് എന്നാണ് ചോദ്യം. ഉത്തരം കോൺവെക്സ് ആണ് ടെലിസ്കോപ്പിൽ ഉപയോഗിക്കുന്ന ലെൻസ്. അടുത്ത ചോദ്യം, ജന്തുകോശം കണ്ടുപിടിച്ചത് ആരാണ്? ജന്തുകോശം കണ്ടുപിടിച്ചത് ആരാണ്? ജന്തുകോശം കണ്ടുപിടിച്ചത് തിയോഡർ ഷാൻ ആണ്. അടുത്ത ചോദ്യം, ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് മാലിക് ആസിഡ് ആണ്. അടുത്ത ചോദ്യം, ഹൈഡ്രജൻ കണ്ടെത്തിയത് ആരാണ്? ഹൈഡ്രജൻ കണ്ടെത്തിയത് ആരാണ്? ഉത്തരം കാവൻഡിഷ് ആണ് ഹൈഡ്രജൻ കണ്ടെത്തിയത്. അടുത്ത ചോദ്യം, മൺസൂൺ കാലാവസ്ഥാ മേഖലകളിൽ ലാറ്ററൈസേഷൻ പ്രക്രിയ മൂലം രൂപം കൊള്ളുന്ന മണ്ണിനമേത്? മൺസൂൺ കാലാവസ്ഥാ മേഖലകളിൽ ലാറ്ററൈസേഷൻ പ്രക്രിയയിലൂടെ രൂപം കൊള്ളുന്ന മണ്ണിനം ഏതാണെന്നാണ് ചോദ്യം. ഉത്തരം ചെങ്കൽ മണ്ണാണ് ഈ പ്രക്രിയയിലൂടെ രൂപം കൊള്ളുന്നത്. അടുത്ത ചോദ്യം, ആസിഡുകൾ കാർബണേറ്റുകളുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഏതാണ്? ആസിഡുകൾ കാർബണേറ്റുകളുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഏതാണ്? ഉത്തരം കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ആസിഡുകൾ കാർബണേറ്റുകളുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം. ആസിഡുകൾ ലോഹങ്ങളുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകമാണ് ഹൈഡ്രജൻ. അടുത്ത ചോദ്യം, കറുത്ത പരുത്തി മണ്ണിൻ്റെ പേര് മറ്റൊരു പേരെന്താണെന്നാണ് ചോദ്യം. കറുത്ത പരുത്തി മണ്ണിൻ്റെ മറ്റൊരു പേര്? ഉത്തരം റിഗർ ആണ് കറുത്ത മണ്ണിൻ്റെ മറ്റൊരു പേര്. അടുത്ത ചോദ്യം, മണ്ണിനെക്കുറിച്ചുള്ള താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനയിൽ തെറ്റായത് ഏതാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഒന്നാമത്തെ പ്രസ്താവന, വിത്ത് മുളയ്ക്കുന്നതിന് മണ്ണ് അത്യാവശ്യമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത് എക്കൽ മണ്ണാണ്. ഡിസംബർ 5 അന്താരാഷ്ട്ര മണ്ണു ദിനമായി ആചരിക്കുന്നു. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ലാറ്ററൈറ്റ് മണ്ണ്. പ്രസ്താവന ഒന്നുകൂടി നോക്കുക. വിത്ത് മുളയ്ക്കുന്നതിന് മണ്ണ് അത്യാവശ്യമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത് എക്കൽ മണ്ണാണ്. ഡിസംബർ 5 അന്താരാഷ്ട്ര മണ്ണ് ദിനമായിട്ട് ആചരിക്കുന്നു. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ലാറ്ററൈറ്റ് മണ്ണാണ്. ഇതിൽ തെറ്റായത് ഏതാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഉത്തരം വിത്ത് മുളയ്ക്കുന്നതിന് മണ്ണ് അത്യാവശ്യമാണ്. അത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. വിത്ത് മുളയ്ക്കാൻ മണ്ണ് അത്യാവശ്യമല്ല, മറ്റ് രീതികളുമുണ്ട്. ഹൈഡ്രോപോണിക്സ് പോലുള്ള രീതികളുണ്ട്. അപ്പോൾ അതാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. അടുത്ത ചോദ്യം, കാലഡോസ്കോപ്പ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ദർപ്പണം. കാലഡോസ്കോപ്പ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ദർപ്പണം ഏതാണെന്നാണ് ചോദ്യം. ഉത്തരം സമതല ദർപ്പണമാണ്.
സമതല ദർപ്പണമാണ് കാലിഡോസ്കോപ്പ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത്. അടുത്ത ചോദ്യം, മധ്യത്തിൽ കനം കൂടിയതും വക്കുകളിൽ കനം കുറഞ്ഞതുമായിട്ടുള്ള ലെൻസ് ഏതാണ്? മധ്യത്തിൽ കനം കൂടിയതും വക്കുകളിൽ കനം കുറഞ്ഞതുമായിട്ടുള്ള ലെൻസ് കോൺവെക്സ് ലെൻസ് ആണ്. ഉത്തരം കോൺവെക്സ് ലെൻസ്. അടുത്ത ചോദ്യം, വിനാഗിരിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? വിനാഗിരിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് അസറ്റിക് ആസിഡ് ആണ്. അടുത്ത ചോദ്യം, മണലും ചരലും വേർതിരിക്കുന്ന രീതി ഏതാണ്? മണലും ചരലും വേർതിരിക്കുന്ന രീതി ഏതാണ്? ഉത്തരം അരിക്കലാണ്. അടുത്ത ചോദ്യം, മൂക്ക് ചെവി തുടങ്ങിയ അവയവങ്ങളിൽ കാണുന്ന അസ്ഥികളാണ്. ഏതാണ് മൂക്ക് ചെവി തുടങ്ങിയ അവയവങ്ങളിൽ കാണുന്ന അസ്ഥികൾ? ഉത്തരം തരുണാസ്ഥിയാണ്. അടുത്ത ചോദ്യം, സസ്യങ്ങൾക്ക് പോഷകങ്ങൾ ലഭിക്കുന്നത് എവിടെ നിന്നാണ്? ഉത്തരം എന്ന് പറയുന്നത് മണ്ണാണ്. മണ്ണിൽ നിന്നാണ് സസ്യങ്ങൾക്ക് പോഷകങ്ങൾ ലഭിക്കുന്നത്. അടുത്ത ചോദ്യം, മോരിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? മോരിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ലാക്റ്റിക് ആസിഡ് ആണ്. അടുത്ത ചോദ്യം, മാഗ്നിഫയിങ് ഗ്ലാസ്സായി ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണ്? മാഗ്നിഫയിങ് ഗ്ലാസ്സായി ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണ്? ഉത്തരം കോൺവെക്സ് ലെൻസ് ആണ് മാഗ്നിഫയിങ് ഗ്ലാസ് ആയിട്ട് ഉപയോഗിക്കുന്ന ലെൻസ്. ചോദ്യങ്ങൾ കഴിഞ്ഞു. നിങ്ങളുടെ സ്കോർ എന്തായാലും കമൻറ്റ് ചെയ്യണം. ഇതിൽ എടുത്തിട്ടുള്ള ഭൂരിഭാഗം ചോദ്യങ്ങളും SCERTയിൽ നിന്നാണെന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾക്ക് കൂടുതൽ ചോദ്യങ്ങൾക്കായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങൾ പഠിക്കുന്നതിനോടൊപ്പം ക്വസ്റ്റ്യൻസും കൂടി പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് കുറച്ചും കൂടി സുപരിചിതമാവും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.